ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനിതയാണ്. നമുക്ക് ക്രിസ്മസിൻ്റെ കുറച്ച് സദ്യവട്ടങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. തീൻമുറിക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആണെന്നൊന്നുമല്ല, നമ്മൾ അത്യാവശ്യം കഴിക്കാൻ വേണ്ട ചിക്കൻ, ബീഫ്, അങ്ങനെ കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെയാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആവൂല ഉണ്ടാക്കണത്, വെറൈറ്റി ഒക്കെ ഉണ്ടാവും. എനിക്കറിയുന്ന പോലെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒരു മീൻകറി ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഞാനൊരു മീൻ കറി വെച്ച് വെക്കുക കേട്ടോ. നാളെ നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു സദ്യ ഞാൻ റെഡിയാക്കിയിട്ട് കാണിക്കണം എന്ന് വിചാരിക്കണം. അതിലേക്കുള്ളൊരു മീൻ കറിയാണ്. അപ്പം രാത്രി തന്നെ പറ്റിച്ച് വെച്ചാൽ പുളിയൊക്കെ പിടിച്ചിരിക്കുമല്ലോ, എനിക്ക് പണിക്കും ഒരു എളുപ്പമാവും. അപ്പം അത് ഞാൻ വെക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചൂടായ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു 4 മണി ഉലുവ കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടുക കേട്ടോ. അത് പൊട്ടട്ടെ. അതിലേക്ക് നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ, ഒരു വിരലിൻ്റെ പകുതി വലിപ്പമുള്ളത്, ഒരു 5-8 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 5-8 വെളുത്തുള്ളിയും കൂടെ കേട്ടോ. അത് നമ്മളിട്ട് വഴറ്റുകയാണ്. നല്ലോണം ഒന്ന് മൂപ്പിക്കണേ. കുറച്ച് അധികമൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ സാധനവും കുറച്ച് അധികം എടുക്കുകയും വേണം. ചെറിയ ഉള്ളിയൊന്നും ചേർക്കണ്ട. നമ്മൾ നാളേക്കൊക്കെ എടുത്ത് വയ്ക്കുന്ന വലിയ വലിയ സദ്യക്കൊക്കെ ആണെങ്കിൽ. ഇതിപ്പോൾ ആകെ 1/2 കിലോ ഉള്ളൂ, പിന്നെ ഇപ്പം നാളെ എടുക്കാനുള്ളതല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇത് കുറച്ച് നന്നായിട്ട് മൂക്കണം. അപ്പം ആ നേരത്തേക്ക് ഞാൻ ദാണ്ട് ഇവിടെ കുറച്ച് മുളക് നല്ല നനച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്പൂണിന് 2 സ്പൂണ് പിരിയൻ മുളകും 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുതിർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ നല്ല ചുമക്കനെ ഇത് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കണ കൂട്ടങ്ങ് ചേർക്കുക. 1/2 കിലോ ഉള്ളൂ കേട്ടോ. അപ്പം അതിനനുസരിച്ച് ഓരോ വീട്ടിലെ എരിവിനനുസരിച്ചൊക്കെ ചേർക്കണം. നമ്മൾ കുതിർത്ത് ചേർത്താൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ കരിഞ്ഞു പോവാതിരിക്കും. മൂത്തിട്ട് അതിൽ നല്ല ഉണ്ടോ വേറിട്ട് ഇങ്ങനെ വന്നു, എണ്ണ തെളിഞ്ഞു വന്നു. അതിലേക്ക് നമ്മൾ പുളി ഉരുക്കി വെച്ചിരിക്കണം കേട്ടോ. പുളി ഇട്ട് നല്ല തിളപ്പിച്ച് വെച്ചിരിക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊന്നും കൂടെ തിളക്കട്ടെ. ഒരു തുള്ളി ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ട് നമ്മൾ പൊട്ടിച്ചതാണ്, അപ്പോൾ അതിനനുസരിച്ച് ചേർക്കാൻ പാടുള്ളൂ. ഓവറായിട്ട് ചേർത്താൽ കഴിച്ചു പോകും. ചെറുതായിട്ട് ഇത്തിരി പൊടിയും കൂടെ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഉള്ളി കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കേട്ടോ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചേർക്കാറുണ്ട്. വളരെ കുറച്ച് മതി, കാരണം കുറച്ച് മീനല്ലേ ഉള്ളൂ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ചാറൊന്ന് തണുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മീൻ നമ്മൾ പുരട്ടി എടുക്കുക ചെയ്യാം. അപ്പോൾ അത് ആറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇങ്ങനെ നമ്മുടെ കഷ്ണം മീനാണ് കേട്ടോ. ഇവിടെ പേതലെന്നൊക്കെ പറയുന്ന മീനാണ്. അതിപ്പം എല്ലായിടത്തും എന്താ പറയണതെന്നൊന്നും എനിക്കറിയില്ല. അതിലേക്ക് ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കുകയാണ്. നാളെ നല്ല പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ചാറുണ്ടാവില്ല. പാത്രത്തിൻ്റെ അറ്റത്ത് വിളമ്പുമ്പോഴേ ചാറില്ലാതെ അങ്ങനെ അതിരിക്കുക. ഒരു കറിവേപ്പില കൂടെ നമുക്കതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടെ ഒന്ന് തൂളി കൊടുക്കാം. ശരിക്കും ഇതിങ്ങനെ കുഴച്ചിട്ട് നമ്മൾ ഒരുപാട് മീനൊക്കെ ഉണ്ടെങ്കിൽ വേറെ ചട്ടിയിലേക്ക് ഇതിങ്ങനെ പാകി പാകി വെച്ച് കൊടുക്കുക ചെയ്യുക കേട്ടോ. ഒരുപാട് മീനൊക്കെ ആണെങ്കിൽ അരപ്പിട്ട് കുഴച്ച് കറിവേപ്പിലയൊക്കെ ഇങ്ങനെ നിരത്തി അതിൻ്റെ മുകളിലേക്ക് ഈ കഷ്ണങ്ങൾ, അരപ്പ് വരട്ടിയ കഷ്ണങ്ങൾ ഇങ്ങനെ കോരി ഇട്ട് കൊടുത്തിട്ട് പറ്റിക്കുകയാണ്. ഇതിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ ഒരു 1/2 കിലോ മീനല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ തീ കത്തിച്ച് കൊടുക്കാൻ പോവുക. തീ കെടുത്തിയതായിരുന്നു. അപ്പം ഞാനിപ്പോഴപ്പം ചിമ്മിനി ഓഫ് ചെയ്തത്. എക്സോസ്റ്റും ഒക്കെ ഇവിടെ ഇട്ടതുകൊണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഓർത്തില്ല വീഡിയോ എടുക്കണ നേരത്തെ ഓഫ് ചെയ്യാൻ. ഇവിടെ ഇങ്ങനെ പുകഞ്ഞപ്പോൾ ഓണാക്കിയതാണ്. ഇത് കണ്ടതല്ല കുറുകിയിരിക്കണം. ഞാൻ എൻ്റെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് തീ ഓഫ് ചെയ്തതിനു ശേഷം പുരട്ടി വെക്കുകയായിരുന്നു. അതാ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒന്നിങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ഇത് ചേർത്ത് നല്ല സിമ്മിലിടും. അങ്ങനെ ഇരുന്നങ്ങ് കുറുകി പറ്റി വരിക ചെയ്യുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. അതവിടെ ഇരുന്നൊന്ന് പറ്റട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്കതൊന്ന് തുറന്ന് നോക്കണം. തുറന്നു നോക്കാം.
കണ്ടോ നല്ലോണം തിളച്ചപ്പോൾ തീരെ ചാറില്ലാത്ത കുറച്ച് ചാറ് വന്നത് കണ്ടോ നല്ലോണം തിളച്ചപ്പോൾ. ഇനി നമുക്കിത് സിമ്മിലേക്ക് ഇടണം. നമ്മൾ ആദ്യം ഇത് പുരട്ടുന്നതിന് മുമ്പ് ആ ചാറിനാട്ടോ പുളി ഉപ്പും ഒക്കെ നോക്കേണ്ടത്. ഞാൻ നോക്കിയായിരുന്നു, ഞാനത് പിന്നെ വീഡിയോ അപ്പോൾ ഓണല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ ഈ മീനിലേക്കും കൂടെ പിടിക്കാനുള്ള പുളി ഉപ്പും ഒക്കെ അങ്ങ് നോക്കിയിട്ട് വേണം പുരട്ടാൻ. ഇനി നമ്മളിത് സിമ്മിലേക്ക് ഇടുക കേട്ടോ. സിമ്മിലേക്ക് ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പം നമ്മളിതാ ഓഫ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. നല്ല എണ്ണ വെച്ച് നല്ല ഇതായിട്ടിരിക്കുക. ചാറില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറ്റി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിത് വെതറി കൊടുക്കുകയാണേ. കറിവേപ്പിലയൊക്കെ വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടെ ഞാനിങ്ങനെ നുറ്റിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തീ കൊണ്ട് ഓഫ് ചെയ്യാണ്. ഇതവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പം നമുക്ക് മീൻകറി ആയിട്ടുണ്ട്. ഇനി ബാക്കി നാളെ ഞാൻ ഉണ്ടാക്കിയിട്ട് നാളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടല്ലോ. അപ്പോൾ അതെന്നലെ പറ്റിച്ച് അവിടെ റെഡിയാക്കി ഇരിക്കുന്ന മീൻകറിയാണ്. ഇനി നമുക്ക് കുറച്ച് ബീഫ് കേട്ടോ. ബീഫ് നല്ല ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു സവാളയുടെ അര സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. തേങ്ങാക്കൊത്താണ്. അതിലേക്ക് കറിവേപ്പില ഇട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. ഇത്തിരി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് മീറ്റ് മസാലപ്പൊടി, അതാ ഒരു ടീസ്പൂൺ, 1.5 ഉണ്ടാവും, ഉപ്പ്, ഒരിത്തിരി വെളിച്ചെണ്ണയും കൈ കൊണ്ട് നന്നായിട്ട് ഞരടി യോജിപ്പിച്ചിട്ട് നമ്മുടെ ബീഫും ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് നമ്മൾ അടച്ചു കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് എൻ്റെ കുക്കറിനൊരു 3 വിസിൽ മതി. ഞാൻ ഈ ചിക്കൻ മിക്സ് ചെയ്യണേയും കൂടെ കാണിച്ചു തരാം കേട്ടോ. വേറെ ഐറ്റംസും കൂടെ ഒക്കെ വേവിക്കാനുള്ളത് കൊണ്ട് ഞാൻ സ്പീഡിൽ ഇത് അടുപ്പത്തേക്ക് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ, ഇതെന്താ അത്ര കുറച്ചെന്ന് വെച്ചാൽ ഇത്ര ഐറ്റംസ് ഒക്കെ വേവിക്കുമ്പോഴേ ഞങ്ങളാകെ 4 പേരെ ഇവിടെ ഉള്ളൂ. അപ്പം നിങ്ങൾക്കിതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എല്ലാ ഐറ്റംസും കൂടെ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ കുറച്ച് ചിക്കൻ, 4 പച്ചമുളക്, ഇത്തിരി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയൊക്കെ ചതച്ചത്, ഒരു കുറച്ച് സവാള, ചിക്കൻ മസാലയാണ് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ ഇതേപോലെ ഒരു സ്പൂണിന് യൂസ് ചെയ്തിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ കൈ ഇങ്ങനെ ഒന്ന് കഴുകിയിട്ടുള്ള വെള്ളം കേട്ടോ. ഇത് നമുക്ക് ഈ അടുപ്പത്ത് വെക്കാം കേട്ടോ. ചിക്കൻ ഇങ്ങനെ ആകുമ്പോഴും വേഗമല്ലോ, ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ടേ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതൊരു പാത്രം കൊണ്ടൊന്ന് അടച്ച് വെക്കുക. ഇനി അടുത്ത നമുക്കൊരു ബീറ്റ്റൂട്ട് പച്ചടിയാണ്. ഇപ്പം ഞാൻ ഒരു ബീറ്റ്റൂട്ട് കേട്ടോ ഞാനിവിടെ ചോപ്പറിൽ വെച്ചിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തേക്കാണ്. തീരെ ചെറുതാക്കിയിട്ടുമില്ല, ഓവർ വലിപ്പമില്ല കേട്ടോ. ഫ്രീയായിട്ട് അരിഞ്ഞൊരു കുഞ്ഞ് പീസ് ഇഞ്ചി കേട്ടോ, ഇത്തിരി വട്ടത്തിലരിഞ്ഞ പച്ചമുളക്, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കേട്ടോ. ഇതിനാവശ്യമുള്ളൊരു ഉപ്പ് കേട്ടോ, അടി പിടിച്ച് പോവാതിരിക്കാൻ. ഒരു 3 സ്പൂൺ വെള്ളം കേട്ടോ. ഇത് എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് നമുക്ക് ഒരടുപ്പത്ത് വയ്ക്കാം. ഇതും നമുക്കൊരടുപ്പത്ത് വയ്ക്കാം. അത് അവിടെ നിന്ന് ആവട്ടെ. പച്ചടിക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. ഒരു 2-3 ചെറിയ വെളുത്തുള്ളി, 2 ചുവന്നുള്ളി കൂടെ ഞാൻ അരയ്ക്കാൻ വേണ്ടി ഇടുകയാണ്. അതിന് ആവശ്യമുള്ളൊരു 4 ടീസ്പൂണൊക്കെ കേട്ടോ അരപ്പിനുള്ള നാളികേരം എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം നമ്മൾ കറിക്കൊക്കെ അരക്കണേ ഇതുപോലത്തെ അതൊരു ലേശം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതങ്ങനെ നമ്മുടെ പച്ചടിയുടെ അങ്ങനെ വിസിൽ വരുന്നുണ്ട്. തൈര് കൂട്ടിയിട്ടാട്ടോ ഇത് അരച്ചിട്ട് വരിക. തൈര് ഇതിലേക്ക് ചേർത്ത് വെള്ളത്തിന് പകരേ നമ്മൾ തൊട്ടുകറിയാണല്ലോ, ഒരു തൊടുകറിയാണ്. തൊടുകറി എന്ന് പറഞ്ഞു. ഇത് നമുക്ക് അരച്ചിട്ട് ആ വെന്തയിലേക്ക് നമ്മൾ കൂട്ടുക ചെയ്യാം. പച്ച കടുക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചിട്ട് നമ്മുടെ ഇടികല്ല് വെച്ചിട്ടൊന്ന് ചതച്ചിട്ട് നമുക്ക് ചേർക്കണം. ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നിങ്ങനെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മോര് കാച്ചുക കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ വേവിച്ചെടുക്കുക. ഒരു കുമ്പളങ്ങ ഇട്ടിട്ട് നാളികേരം അരയ്ക്കാത്തൊരു മോരാണ് ഉണ്ടാക്കണത്. മോരില്ലാതെ എന്ത് പരിപാടിയല്ലേ. അത് അതിലേക്ക് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ ഇഞ്ചി പീസ് ഞാൻ ചതച്ചത് അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ.
പച്ചമുളക് ഒരു എരിവും പാകമൊക്കെ പോലെ ഓരോരുത്തരുടെ. ഇതിലേക്ക് ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി കേട്ടോ, ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒറ്റ വിസിലടിപ്പിക്കുകയുള്ളൂ കേട്ടോ. ഒരു കതിർപ്പ് കറിവേപ്പിലൂടെ നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു വിസിലടിക്കട്ടെ. പച്ചടിയുടെ ബീറ്റ്റൂട്ടൊക്കെ വെന്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കതിന് അരപ്പ് ഞാനിവിടെ അരച്ചു കൊണ്ടുവന്നുണ്ട്. കടുക് ഇതിലേക്ക് ചതച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു. ഇതിൽ നമുക്ക് ഇതിലേക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. ഈ അരപ്പുമായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കട്ട ഉടച്ച തൈര് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മിക്സിയിൽ അടിച്ചാൽ അത് അങ്ങോട്ട് ആകെ ലൂസായി പോകും. അങ്ങനെ ലൂസാവണ്ട, കൈ കൊണ്ട് നമ്മളൊന്നും ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. നമ്മൾ കുറച്ച് തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓവർ പുളിയുള്ള തൈര് വേണ്ട, തീരെ പുളി ഇല്ലാതിരിക്കും വേണ്ട, ഒരു മീഡിയം പുളി വേണം. നമ്മളതിൻ്റെ ഒരു പുളി ഉപ്പൊക്കെ നോക്കാം. ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. ഉപ്പിൻ്റെ കുറവുണ്ട്. നമ്മുടെ ചിക്കനും തുറന്ന് നോക്കാം. ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കണം. ഞാൻ തക്കാളി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. കേട്ടോ, പച്ചടി നമ്മളൊന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാവണം കേട്ടോ. ഇതൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമ്മളൊന്ന് കടുവറുത്ത് ഒഴിക്കുക വേണ്ടത്. ആവി വരുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. കടുവറുക്കാം കേട്ടോ. നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. പാൻ വെച്ചല്ലോ കടുവറുക്കാനുള്ളത്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമ്മൾ അതിലേക്ക് ചെറിയുള്ളി ഇടുകയാണ്. ചെറിയുള്ളി വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. ഒരു പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. 2 കറിവേപ്പിലയും കൂടെ കേട്ടോ. അത് നന്നായിട്ട് മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് മൂത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ബീഫ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പം അതിൻ്റെ അടിയിൽ കണ്ടോ കുറച്ച് വെള്ളം കിടക്കണം. നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ട് ഇത് അടുപ്പത്ത് വയ്ക്കാതെ അവിടെ നിന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടിയിലോട്ടേ കുമ്പളങ്ങി നമ്മൾ കുക്കറിൽ വേവിച്ചല്ലോ, അതൊന്ന് തുറന്നിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. ഇത് കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മോരൊന്ന് ചേർത്ത് ചൂടാക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ കട്ട ഉടച്ച് വെച്ചിരിക്കുന്ന മോരായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മോരൊന്ന് ചൂട് ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ചൂടാവട്ടെ. എന്നിട്ട് നമുക്കൊന്ന് കടുവറക്കണം. ഞാൻ ഇതിലേക്കൊരു തുള്ളി ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. തുള്ളി ഞാനിനി കടുവറക്കുന്നതിൽ ഉലുവ ഇടും. പിന്നെ ഞാനിതിലേക്ക് ഒരു തുള്ളി പഞ്ചസാര ചേർത്ത് കൊടുക്കും കേട്ടോ. എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ലേശം. പിന്നെ ഇങ്ങോട്ട് ഇറക്കി മാറ്റുകയാണേ. ചട്ടി ആയതുകൊണ്ട് അത് ആ ചൂട് അതിലങ്ങനെ നിൽക്കുകയുള്ളൂ. എന്നിട്ട് നമ്മൾ കടുവറുത്ത് ഇങ്ങോട്ട് ഒഴിക്കുക ചെയ്യുക. കണ്ടോ, ബീഫ് നല്ല കുക്കറിനുള്ളിൽ ഇനി ഒന്നുമില്ല, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് ഇനി മാറ്റി വയ്ക്കുകയുള്ളൂ. ചിക്കൻ റെഡി ആയിട്ട് ചിക്കൻ റെഡിയാക്കാൻ പോവുക കേട്ടോ. നമുക്ക് മോരിന് കടുവറുക്കാണ് കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 4 മണി ഉലുവ, കുറച്ച് കടുക്, ചുവന്ന ഉള്ളി, ഇത് കറിവേപ്പില. നമ്മൾ ചീനച്ചട്ടി ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓഫ് ചെയ്തു. എന്നിട്ട് അതിലേക്കൊരു തുള്ളി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കടുവറുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ അത് പച്ചടിയും റെഡിയായി, മോരും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഒരു എരിശ്ശേരി കേട്ടോ വെക്കണ. ചേനയും ചെറുപയറും കേട്ടോ. ഞാൻ അത് ഇന്നലെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ പച്ചടിയുടെ കുക്കർ ഞാൻ ഒഴിവാക്കി കൊണ്ടുവന്നതാണ്. പച്ചടി പാത്രത്തിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ചെറുപയറും ചേർക്കുകയാണ്. ഇത്തിരി ഉപ്പിടുക, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇത് ഞാനിവിടെ അടുപ്പത്തേക്ക് വെക്കുകയാണ്. തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ബീഫ് പറ്റിയിട്ടാണ്ട് വാങ്ങി വെച്ചപ്പോൾ തന്നെ ചീനച്ചട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇത്രയും ഐറ്റംസൊക്കെ ഉണ്ടാക്കണോണ്ടേ അടുപ്പിനൊന്നും ഒഴിവില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്
അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ചിക്കൻ്റെ പരിപാടി നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സവാള അരിഞ്ഞത് കേട്ടോ, നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. കുറച്ച് ഇഞ്ചി കേട്ടോ, ഒരു 3-4 വെളുത്തുള്ളി കേട്ടോ. ഞാൻ അരിഞ്ഞ് വെച്ചതൊന്നൊക്കെ ഓരോന്നിനും എടുത്തിട്ടുകൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പൊളിച്ച് വെച്ചവിടെ ഇരിക്കുന്നുണ്ട്, അതിങ്ങനെ അരിഞ്ഞിടുകയാണ്. പച്ചമുളക് കേട്ടോ, 2 എണ്ണം ഞാൻ ഇടുന്നുള്ളൂ. ഓരോരുത്തരുടെ പാകം നോക്കി ഇടണം. കുറച്ച് ഈ ഒരു സവാളയ്ക്കുള്ള ഒരു മുളക് പൊടി കേട്ടോ, തുള്ളി പെരുംജീരകപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിവിടെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇല്ല, വാങ്ങാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ഒരു ലീഫ് എല്ലായിടത്തും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ മുറിച്ചൊന്നുമല്ല, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കാരണം ഒന്ന് വാടിക്കഴിഞ്ഞാൽ കഴിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഇല്ലെങ്കിൽ എടുത്ത് മാറ്റും ചെയ്യാം. താല്പര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ എടുത്ത് മാറ്റും ചെയ്യാം. അപ്പോൾ അതിവിടെ വിസിലടിച്ചിട്ട്, ഒരു വിസിലടിച്ചപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫാക്കുകയാണ് കേട്ടോ. നമ്മുടെ സെയിം ചീനിച്ചട്ടി ഞാൻ ചിക്കൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെച്ചിട്ടേ ബീഫ് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ, എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 5-6 വെളുത്തുള്ളി, പച്ചമുളക്, ഇത്തിരി കറിവേപ്പില കേട്ടോ. ഇനി നമ്മുടെ ബീഫ് കണ്ടോ, വെള്ളമൊന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിരിക്കുന്നതാണ് കേട്ടോ. ഇത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഡ്രൈ ആയി കഴിയുമ്പോൾ തൊട്ട് കുരുമുളക് പൊടി അങ്ങനെ തൂളി കൊടുക്കണം. കുരുമുളക് പൊടി ഇടുന്നതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും, വേറെ ഒന്നും ഇനി ഇതിൽ ചെയ്യാല്ല. പിന്നെ ഇതിൽ കിടന്നിങ്ങനെ ഡ്രൈ ആവട്ടെ കേട്ടോ. ഇതിങ്ങനെ ഫ്രൈ ആയാ വരേണ്ടത്. അപ്പം നമ്മളിതൊന്ന് തുറക്കുകയാണ്. കുരുമുളക് ഇത്തിരി നന്നായിട്ട് വേണം കേട്ടോ. നന്നായിട്ടുണ്ട് ഇളക്കുക. ഇത്തിരി പെരുംജീരകപ്പൊടി, ഗരം മസാലയുടെ പൊടി ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. ഇത് ഓഫാക്കാനായിട്ടില്ല, ഇത് ചേർത്ത് വീണ്ടും ഒന്ന് ഡ്രൈ ആവണം കേട്ടോ. ബീഫ് ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴാണല്ലോ രസം. നമ്മുടെ ചേനയും ചെറുപയറും കണ്ടോ, ഞാൻ വേവിച്ചത് കുക്കറിൽ നിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉടച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിനുള്ള അരപ്പ് റെഡിയാക്കണേ. നമ്മൾ എരിശ്ശേരിക്കുള്ള അരയ്ക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് തേങ്ങ നന്നായിട്ട് വറുത്തിടുക ചെയ്യുക, എരിശ്ശേരി അറിയാമല്ലോ. അപ്പോൾ 2-3 സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, ഒരു 4 പച്ചമുളകും കൂടെ നമ്മൾ അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിതിന് അരപ്പ് ചേർത്താം കേട്ടോ. ഇതാ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നിങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പം തീ കത്തിച്ചിട്ടില്ല കേട്ടോ. മിക്സ് ചെയ്തിട്ട് വേണം തീ കത്തിക്കാൻ. തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനേ ആ ഉരുണ്ട തവിയായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ആ തവിയൊക്കെ ഒന്ന് മാറ്റിയതാണ്. നല്ലോണം അങ്ങ് ഉടച്ചിട്ടില്ല കേട്ടോ ചേന. ചെറിയ പീസൊക്കെ ഇതിലിങ്ങനെ ഉണ്ട്. ഫുള്ളങ്ങ് ഉടഞ്ഞു പോകണ്ട, എന്നാൽ കുറച്ച് ഉടയ്ക്കുകയും ചെയ്തു കേട്ടോ. എരിവൊക്കെ ഉണ്ട്. ഒന്നിങ്ങനെ ആവി വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് കടുക് വറുക്കാൻ. നമ്മുടെ ബീഫ് എന്തായി നോക്കാം നമുക്ക്. കണ്ടോ, അല്ല കറുത്ത് ഇരിക്കണ കണ്ടോ. ഇത് കണ്ടോ, അങ്ങനെ നല്ല ആവി വന്നിട്ടുണ്ട്. ആവി വന്നാൽ മതി. നമ്മൾ അരപ്പിട്ടിട്ട് അതൊന്നും ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് നാളികേരം വറുത്തത് ചേർക്കണം. ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ബീഫ് തുറന്ന് നോക്കാം കേട്ടോ. ഇതിനെ ഓഫാക്കാൻ പോവുകയാണേ. ഇതിനെ ഓഫ് ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ കടുക് വറുക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, ചുമന്ന മുളക് നമ്മൾ എന്ത് കടുക് വറുക്കണേലും ചേർക്കണ ടേസ്റ്റുമാണ്, ഒരു ഭംഗിയാണല്ലോ അതിൻ്റെ ഒരു
അങ്ങനെയല്ലേ? ഞാൻ ചുവന്ന മുളക് ഇവിടെ ഇല്ല, ഇപ്പം എല്ലാം വെക്കാൻ തുടങ്ങുമ്പോഴാണ്. ഇനിയിപ്പോൾ അതിനായിട്ട് വാങ്ങാൻ പോകാനാവില്ല വെച്ചിട്ടേ അത് ഇട്ടിട്ടില്ല. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പൊട്ടിക്കഴിഞ്ഞു. ഇതാ ഉള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നാളികേരം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അതിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് കൊണ്ട് ഇടുക ചെയ്യുക. കുറച്ച് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ നാളികേരം അതിലേക്ക് ഇടാം. അപ്പം നമ്മുടെ നാളികേരം ഇതാ ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ പരുവത്തിനാണ് കേട്ടോ വറുത്തിടുക എന്ന് പറയുമ്പോൾ. ഇതിലേക്കും തട്ടി കൊടുക്കുക. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യണില്ല. തോരനിപ്പം നമുക്ക് അതിലേക്ക് വെക്കാനുള്ളത് കൊണ്ടാണ് ഓഫ് ചെയ്യാത്തത് കേട്ടോ. കേട്ടോ നമ്മളിനി അതൊന്ന് മിക്സ് ചെയ്യാണ്. ചീനച്ചട്ടി ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ചു, തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുക്കുക. നാളികേരവും സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഒരുമിച്ച് അരിഞ്ഞ് ഇതിലേക്ക് വെച്ചിരിക്കുകയാണ്. തോരനുള്ളതാണ്, പയറ് തോരനാണ് കേട്ടോ. ഇതാ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ തീയിലിരുന്നതൊന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ. തോരൻ ഞാനിവിടെ വെന്തിറക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി അത് തോരനല്ലേ, അതുകൊണ്ട്. അപ്പം എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് റെഡിയാണ്. മീൻ ഇന്നലെ വെച്ചതാണ്. എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. തോരന് ചൂടാണ്. തോരൻ, പയറ് തോരൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പച്ചടി, മോര് കാച്ചിയത്. അപ്പോൾ ഇനി ഇവിടെ മൊത്തം ഒരു ക്ലീനിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ നമുക്ക് വിളമ്പണത് അപ്പം കാണാം കേട്ടോ. ഞങ്ങളുടെ വിഭവങ്ങളൊക്കെ ഞങ്ങളുടെ ടേബിളിലേക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. മോൾക്കിന്ന് വർക്കുണ്ട്, അവൾ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ഇന്നാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാ സാധനവും ഉണ്ടാക്കിയതുകൊണ്ട് ഞങ്ങളിന്ന് ഞായറാഴ്ച ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഇരുന്ന് കഴിക്കാൻ പോവുകയാണല്ല. അപ്പോൾ ഇത്ര ഐറ്റംസൊക്കെയാണ് എല്ലാം ഞാനൊരു വട്ടം കാണിച്ചു തന്നതാണല്ലോ. ഞാൻ മാത്രമല്ല കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇവരൊക്കെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ നുറുക്കി തന്നു, നാളികേരം മോൻ തിരുമ്മി തന്നു, ബീഫൊക്കെ കഴുകി തന്നു. അങ്ങനെ ഇവരുടെ ഹെൽപ്പ് ഉണ്ട്. സംഘാടക സമിതിക്ക് നന്ദി പറയണല്ലോ നമ്മള് ലാസ്റ്റ് കേട്ടോ. ഞാൻ ഈ ഐറ്റംസ് കാണിച്ചു കൊടുത്തിട്ടില്ല. നമ്മളിതാ പഴവും തൈരും പഞ്ചസാരയും കൂടെ ആട്ടോ ഈ വെച്ചിരിക്കണേ. ഇത് തൈര്, ഇത് പഞ്ചസാര, ഇത് പഴട്ടോ. ഇത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഇലയൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ഇലയിൽ ഇതാ എല്ലാം വിളമ്പിയിട്ടുണ്ട്. ഇനിയൊരു മോരൂടെ ഞാനിങ്ങനെ അതിലേക്ക് ഇട്ടോ. വിഭവങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക, കൂടെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. സൂപ്പർ ഇറച്ചി.